Hi everyone. Our next topic operators in Java. ഇനി അങ്ങോട്ട് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് ജാവയിൽ ഉണ്ടെന്നാണ് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ക്ലാസ്സസ് വേണ്ടി വരും ഓപ്പറേറ്റേഴ്സ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ജാവയിൽ. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓപ്പറേറ്റർ ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഒരുപാട് ടൈപ്സ് ഉണ്ടെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. എല്ലാം നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ എക്സ്ട്രാ ഫീച്ചേഴ്സ് മാത്രമാണ് ജാവ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇനി നോക്കൂ, നമുക്ക് എത്രയുണ്ട്? 7 ടൈപ്സ് ആയതല്ലേ? Arithmetic, bitwise, relational, logical, boolean, logical, ternary and assignment. അതിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പം അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ദ ഓപ്പറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് മസ്റ്റ് ബി ഓഫ് എ ന്യൂമറിക്കൽ ടൈപ്പ്. നമുക്ക് ഇൻഡിജർ ന്യൂമറിക് വാല്യൂസ് മാത്രം വെച്ചിട്ടേ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൂളിയൻ ടൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ട്രൂ ഫാൾസ് വെച്ചിട്ട് നമുക്ക് അഡീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? യു ക്യാൻ യൂസ് ദം ഓൺ ക്യാർ ടൈപ്സ്. നമുക്ക് ക്യാരക്ടർ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യാം. കാരണം നമ്മൾ ക്യാരക്ടറിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 1 എന്നുള്ള രീതിയിൽ നമുക്ക് ക്യാരക്ടറായിട്ട് 1 സേവ് ചെയ്യാം. അപ്പോൾ അതിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. പക്ഷേ നോർമലി നമ്മൾ ന്യൂമറിക് വാല്യൂസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്തുക. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഓപ്പറൻസ് ഇപ്പോൾ A+B എന്ന് വരുമ്പോൾ നമ്മുടെ ഓപ്പറൻസ് ഏതൊക്കെയാണ്? എയും ബിയും ആണ് നമ്മുടെ ഓപ്പറൻസ്. പ്ലസ് ദിസ് ഈസ് അവർ ഓപ്പറേറ്റർ അല്ലേ? അപ്പോൾ ഈ ഓപ്പറൻസ് ന്യൂമറിക് ആവണം എന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ജാവയിലുള്ളതെന്ന് നോക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, യൂണറി മൈനസ് എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടൊരു യൂണറി ഓപ്പറേഷൻസ് സെപ്പറേറ്റ് നോക്കാനുണ്ട്. അപ്പം നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇൻക്രിമെന്റ്, അഡീഷൻ അസൈൻമെന്റ്, സബ്ട്രാക്ഷൻ അസൈൻമെന്റ്, മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ്, ഡിവിഷൻ അസൈൻമെന്റ് ആൻഡ് മോഡുലസ് അസൈൻമെന്റ് ഉണ്ട്. അഥവാ അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ആയിട്ട് പ്ലസ് ഇൻക്രിമെന്റ്, മൈനസ് ഡിക്രിമെന്റ്, ഇത്രയാണുള്ളത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അത് നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയ നോർമൽ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ നോർമൽ ഒരു ക്ലാസിൻ്റെ അണ്ടറിൽ നമ്മൾ മെയിൻ മെത്തേഡ് എഴുതി. അതിൽ ഫസ്റ്റ് നമ്മൾ ഇൻറ്റിജർ അരിത്തമെറ്റിക് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്പുട്ട് ചെയ്തു പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ A = 1+1 നോർമൽ കുഞ്ഞ് അഡീഷൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. അപ്പോൾ അതാ 1+1ന്റെ റിസൾട്ട് എയിലോട്ട് സേവ് ആവും ഇവിടെ. അപ്പോൾ എക്ക് ഇപ്പം എന്തായി വാല്യൂ? ഇത് എയുടെ വാല്യൂ എന്തായി? 2 ആയി അല്ലേ? ഇത് അവിടെ എയുടെ വാല്യൂ 2 ആവും. പ്രിന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. എന്നിട്ട് ബിയിലേക്ക് A*3, A multiplied with 3. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ 2 × 3 ചെയ്തിട്ട് അത് ബിയിലേക്ക് സേവ് ആവും. അപ്പോൾ 6 സേവ് ആവും. എന്നിട്ട് സിയിലോട്ട് 6/4 ബിയുടെ വാല്യൂ 6 ആണ്. 6/4 എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആണ് സേവ് ആവുക. അപ്പോൾ 6ൽ 4 1 ടൈം ആണ് പോവുക. റിമൈൻഡർ അവിടെ ഉണ്ടാവും. അത് നമുക്ക് വേറെ ഓപ്പറേഷൻ വഴിയാണ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റിജറിലേക്ക് ആയതുകൊണ്ട് 1 മാത്രമേ സേവ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രാക്ഷൻ 4.22ൽ വീണ്ടും എത്രയാണോ 5 അല്ലെ 1.5 എന്നുള്ള റിസൾട്ട് വരില്ല. ഓക്കെ, 1 മാത്രമേ വരുള്ളൂ. പിന്നെ ഡിയിലോട്ട് C-A. സി എന്താണ്? നമുക്ക് സിയുടെ വാല്യൂ ഇപ്പം എന്താണ്? ഐ തിങ്ക് 1 ആണ് അല്ലേ? 1 - 2 എന്ന് പറയുമ്പോൾ -1 ഡിയിലോട്ട് സേവ് ആവും. അതിനെ വീണ്ടും -D ചെയ്ത് കഴിഞ്ഞ് ഇയിലോട്ട് സേവ് ആക്കും.
അപ്പോൾ നമുക്ക് വരുന്ന എന്നിട്ട് നമ്മൾ അതെല്ലാം പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. എ പ്രിന്റ് ചെയ്തു, ഇവിടെ ബി പ്രിന്റ് ചെയ്തു, സി പ്രിന്റ് ചെയ്തു, ഡി പ്രിന്റ് ചെയ്തു, ഇ പ്രിന്റ്. അപ്പോൾ നമ്മൾ എ ഫസ്റ്റ് 1 + 1 2 ആയിരുന്നു, പിന്നെ 2 × 3 ചെയ്തു, ബിയിലോട്ട് സേവ് ആയി, 6 സേവ് ആയി. എന്നിട്ട് 6/4 ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള 1 സിയിലോട്ട് കൊടുത്തു. ആ 1 - 2 ആണ് നമ്മൾ ചെയ്തത്. അപ്പം -1 ഡിയിലോട്ട് സേവ് ആയി. പിന്നെ അതിനെ തന്നെ വീണ്ടും -1 വെച്ച് -d എന്ന് വെച്ചിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 1 കിട്ടിയത്. ഇതൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അരിത്തമെറ്റിക് യൂസിങ് ഡബിൾ കൂടെ ചെയ്ത് നോക്കാം. സെയിം ഓപ്പറേഷൻ ആണ്, നമുക്ക് ഡബിൾ വാല്യൂ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഡബിൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് എല്ലാ ഡബിൾ ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. 1 + 1, അപ്പോൾ 2 തന്നെ നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഡബിൾ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഫ്രാക്ഷൻസ് സെപ്പറേറ്റ് കാണിച്ചു തരും. കണ്ട 2.0. ബാക്കി നമുക്ക് 6 ആയിരുന്നു ബി കിട്ടുന്നുണ്ടായിരുന്നു, 6.0. ഇവിടെ നമുക്ക് കറക്റ്റ് ഫുൾ ഡിവൈഡ് ചെയ്തിട്ടില്ല, റിമൈൻഡർ. അപ്പോൾ 2 കിട്ടും. അപ്പോൾ നമ്മൾ 0 ഇട്ടിട്ട് ഇപ്പോൾ 20ൽ എത്രയുണ്ടാവും, 5 ടൈംസ് ഇപ്പോൾ. അപ്പം 6/4 ആക്ച്വലി ദ റിസൾട്ട് ഈസ് 1.5. അപ്പോൾ ആ 1.5 കറക്റ്റ് സേവ് ആവും. ഇനി 1.5 മൈനസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1.5 - 2 ആണ് അല്ലേ. അടുത്തത് ഏതിലേക്ക്, ഡിയിലോട്ട് സേവ് ആവാൻ, C - A, DC - A. അപ്പോൾ അത് 0.5 ആയിട്ട് സേവ് ആവും. എന്നിട്ട് -0.5 ആയിട്ട് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 ആയിട്ട് സേവ് ആവും. ഓക്കെ, ഇതാണ് നോർമൽ നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ നോക്കാം. മോഡുലസ് ഓപ്പറേറ്റർ നമ്മുടെ പെർസെൻറ്റേജ് സൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇറ്റ് റിട്ടേൺസ് ദ റിമൈൻഡർ ഓഫ് എ ഡിവിഷൻ ഓപ്പറേഷൻ. നമ്മളൊരു ഡിവിഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ വി ആർ യൂസിങ് ദ മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ A/B എന്ന് പറയുമ്പോൾ എ ബിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ ഓൺലി വി ആർ സേവിങ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലും ഇൻറ്റീജർ ടൈപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം എക്സാമ്പിൾ ആണത്. അപ്പോൾ ഇതിൽ മോഡുലസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വോയിഡ് മെയിൻ്റെ ഉള്ളിൽ 42 എന്ന് പറഞ്ഞ ഒരു വാല്യൂ എക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. 42 എക്സിൻ്റെ അപ്പം എന്താണ്, 42 ആണ് എക്സിൻ്റെ വാല്യൂ. അത് ഇൻഡ് ആണ്. ഇത് ഡബിളിൽ വൈ എത്രയാണ്, 42.25. ഓക്കെ, അങ്ങനെ വൈയിലേക്കും വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് x mod 10 y mod 10 നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ x mod 10 എന്ന് പറയുമ്പോൾ x 42 ആണ്. 42 ഡിവൈഡഡ് ബൈ 10ന്റെ റിമൈൻഡർ. അപ്പം 4 is the remainder അല്ലേ. 40 വരെ പോവും. 2 is the remainder. അപ്പോൾ ആ 2 ആണ് നമ്മൾ പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇനി y mod 10 ആണെങ്കിൽ y 42.25 ആണ്. അപ്പോൾ 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും, 2.25. ബിക്കോസ് നമ്മൾ ഡബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഫ്രാക്ഷൻ വാല്യൂസും നമ്മുടെ റിസൾട്ടിൽ കിട്ടും. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് 2.25. അതാണ് മോഡുലസ് ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ x mod 10 ആൻഡ് y mod 10 നമുക്ക് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അരിത്തമെറ്റിക് കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ. നമ്മൾക്ക് ഏതൊരു അരിത്തമെറ്റിക് ഓപ്പറേറ്ററിനെയും കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാൻ പറ്റും. എനി ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ, എനി ടൈപ്പ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷനെ നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതാൻ പറ്റും. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ നോർമലി നമുക്ക് a = a + 4 എന്നൊരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ തന്നെ a എന്ന് പറഞ്ഞ വേരിയബിളിനെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് എയിലേക്ക് തന്നെ സേവ് ആക്കുക. അങ്ങനെയുള്ള സംഭവം, അഥവാ ഒരൊറ്റ ഓപ്പറാൻഡ് വെച്ചിട്ടില്ലേ, ലൈക്ക് എ യൂണറി ഓപ്പറേഷൻ, ഒരൊറ്റ ഓപ്പറാൻഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അഥവാ നമ്മൾ നോക്കൂ, പ്ലസ് ഈക്വൽ ടു, ഈ പ്ലസും ഈക്വൽ ടു, ഈ പ്ലസ് ആദ്യം എഴുതി ഈക്വൽ ടു ആദ്യം എഴുതി, രണ്ടേ റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ എഴുതുന്നതിനാണ് കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പോൾ ഈ പ്ലസ് ഈക്വൽ ടുനെയാണ് കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. ഇനിയിപ്പം ഡിവിഷൻ ഈക്വൽ ടു ആക്കാം, മൈനസ് ഈക്വൽ ടു ആക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു ആക്കാം, എല്ലാം എന്താണ്, മോഡുലസ് ഈക്വൽ ടു ആക്കാം, എല്ലാം കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അഥവാ ഒരൊറ്റ ഓപ്പറേഷൻ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്, a = a + 4ന്റെ അതേ മീനിങ് ആണ്. അപ്പോൾ ഇതിൽ പറയണത് a ഈക്വൽ ടു അഗെയിൻ a
വാട്ട് ഈസ് ദിസ് ഓപ്പറേറ്റർ? അതിവിടെ എഴുതുക +4. അത് തന്നെയാണ് ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. അപ്പോൾ എനി അരിത്തമെറ്റിക് ഓപ്പറേറ്റർ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് എ കോമ്പൗണ്ട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, എളുപ്പമായിരിക്കും, കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എളുപ്പമാണ് എങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ഇതിന്റെ കുറച്ച് വർക്കിംഗ് ഈവൻ നെറ്റ് എക്സാമിന് വരെ ചോദിക്കാറുണ്ട്. ഇത് വെച്ചിട്ടുള്ള കുറച്ച് വർക്കിംഗ്. അത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഇതിന്റെ വർക്കിംഗ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എങ്ങനെയാണ്? ++, 2 പ്ലസ് 2 മൈനസ്, അങ്ങനെയാണ് ജാവ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഡിനോട്ട് ചെയ്യുക. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇൻക്രീസസ് ബൈ ഇറ്റ്സ് ഓപ്പറാൻഡ് ബൈ 1. ഒരൊറ്റ വേരിയബിൾ വെച്ചിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. യൂണറി ഓപ്പറേറ്റർ ആണ്. x++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു x+1 ആണ് നമ്മൾ x++ എന്ന് പറഞ്ഞത്. അഥവാ എക്സിന് ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം x++, നമുക്ക് x ഈക്വൽ ടു x+1ന് x++ എന്ന് എഴുതാം. അതുപോലെ x ഈക്വൽ ടു x-1ന് x-, എന്ന് എഴുതാം. അപ്പോൾ ഒരു വാല്യൂ 1 is decremented from the actual value of x. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എളുപ്പമാണ്. ഒരു അഡീഷൻ, +1 അഡീഷനും -1 സബ്ട്രാക്ഷനും ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് എന്ന് പറയുക. ആ ഓപ്പറേറ്ററിനാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. പക്ഷെ എങ്കിലും ഇതിന് 2 ടൈപ്പ് ഉണ്ട്. പോസ്റ്റ്ഫിക്സ് ഫോം ഉണ്ട്, പ്രിഫിക്സ് ഫോം ഉണ്ട്. അവിടെയാണ് അതിന്റെ വർക്കിംഗ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പോസ്റ്റ്ഫിക്സ് ആൻഡ് പ്രിഫിക്സ് ഫോം. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഓപ്പറേറ്റർ ഈ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എഴുതുന്നത്? ഓപ്പറാൻഡിന് ശേഷമാണോ ഓപ്പറാൻഡിന്റെ മുന്നേ ആണോ? അതിനനുസരിച്ചാണ് പോസ്റ്റ്ഫിക്സും പ്രിഫിക്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. In the prefix form, the operand is incremented or decremented before the value is obtained for use in the expression. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ ചുമ്മാ നമ്മൾ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റിൽ വെറുതെ x++ എന്ന് എഴുതുന്നുള്ളൂ വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതി ഇങ്ങനെ വന്നപ്പോൾ വെറുതെ x+1 എഴുതി, പിന്നെ അടുത്ത ലൈൻസ് എഴുതി, പിന്നെ പ്രോഗ്രാം ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പം പ്രത്യേകിച്ച് ഇനി ഈ x++ന്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ ++x ആണ് എഴുതിയതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ ഡിഫറൻറ്റ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് പറയുന്നത് എന്താണ്? എക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുമെന്നാണ് രണ്ടിലും പറയുന്നത്. x++ ആണെങ്കിൽ ++x ആണെങ്കിലും മീനിങ് x ഈക്വൽ ടു x+1 ആക്കാം. പക്ഷെ നമ്മൾ പോസ്റ്റ്ഫിക്സ് ഫോമും പ്രിഫിക്സ് ഫോമും നമ്മൾ ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോലെ ഈക്വാലിറ്റി വരുന്ന സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിലേക്കൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പ്രിഫിക്സ് ഫോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് അപ്പിയർഡ് ഫസ്റ്റ് ദെൻ ഓൺലി ദ ഓപ്പറാൻഡ്. ഇതിനാണ് നമ്മൾ പ്രിഫിക്സ് ഫോം എന്ന് പറയാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇതാ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. x ഈക്വൽ ടു 42. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ വാല്യൂ 42 ആണ്. ഓക്കെ, y മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടാട്ടോ അങ്ങനെ. വൈയുടെ വാല്യൂ ആണ് നമ്മളിനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സിന്റെ വാല്യൂ 42. അപ്പോൾ എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? ++x എന്നാണ് പറയുന്നത്. അപ്പോൾ ++x എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ++ ആണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? x ഈക്വൽ ടു x+1 ആക്കൂ എന്നാണ് പറയുന്നത്. അത് ആദ്യം ചെയ്യൂ എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ x ഈക്വൽ ടു x+1 ആക്കും. അഥവാ 42 43 ആയി മാറും. അത് വൈയിലോട്ട് സേവ് ആക്കാൻ പറയും. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? 43 ആയിരിക്കും. കാരണം നമ്മളത് എക്സിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, അത് വൈയിലേക്ക് കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ 43 ആയിരിക്കും. അതിന് മീനിങ് ഇത് തന്നെയാണ്. x ഈക്വൽ ടു x+1 ചെയ്യുക, എന്നിട്ട് ആ എക്സിനെ വൈയിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു കേസ് ആണെങ്കിൽ x ഈക്വൽ ടു 42 ആണ്. x 42 ആണ്. വൈ നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ആദ്യം യൂസ് ചെയ്യൂ, ദെൻ ഇൻക്രിമെന്റ് ചെയ്യൂ. അപ്പൊ അതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂ ഇപ്പൊ എന്താണ്? 42 ആണ്. ആ 42 വൈയിലേക്ക് കൊടുക്കും. കൊടുത്തതിന് ശേഷം എക്സ് ഈക്വൽ ടു x+1 ചെയ്യും. y ഈക്വൽ ടു x കൊടുത്തിട്ട് x ഈക്വൽ ടു x+1 ചെയ്യും. അപ്പം എക്സിന്റെ വാല്യൂ ഇവിടെ 43 ആയിരിക്കും, വൈയുടെ വാല്യൂ ഇവിടെ 42 ആയിരിക്കും. ഈ ഒരു കേസിൽ എക്സിന്റെ വാല്യൂ 43 ആയിരിക്കും, വൈയുടെ വാല്യൂ 43 ആയിരിക്കും. അതാണ് പോസ്റ്റും പ്രിഫിക്സ് ഫോമും പോസ്റ്റ്ഫിക്സ് ഫോമും തമ്മിലുള്ള വ്യത്യാസം.
എന്താണ് മെയിനായിട്ട് വരുന്നത്? ഇവിടെ ആ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ മൈനസ് മൈനസും ഡിക്രിമെൻ്റ് ഇതുപോലെ ചെയ്യാം കേട്ടോ. ആ പ്രോസസ്സ്, ആ ഓപ്പറേഷൻ ആദ്യം ചെയ്യും, എന്നിട്ടാണ് ആ വാല്യൂ യൂസ് ചെയ്യുക. ഇവിടെ ആ വാല്യൂ എന്താണോ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ അതിൻ്റെ വാല്യൂ യൂസ് ചെയ്യും പോസ്റ്റ്ഫിക്സ് ഫോമിൽ, ദെൻ ഓൺലി ആ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. അപ്പോൾ y ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സിൻ്റെ മീനിങ് എന്താ വെച്ചാൽ എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്ത് എക്സിലോട്ട് സേവ് ആയും, ദെൻ ഓൺലി വി ആർ യൂസിങ് അസൈനിങ് ദാറ്റ് എക്സ് വാല്യൂ ടു y. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എക്സിൻ്റെ വാല്യൂ വൈയിലേക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ കാണാൻ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മീനിങ് തന്നെ മാറും. ഇവിടെ നമുക്ക് എക്സും വൈയും 43 കിട്ടും. ഇവിടെ എക്സ് 43 ആയിട്ടുണ്ടായിരിക്കും ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ വൈയുടെ വാല്യൂ 42 തന്നെയായിരിക്കും. ഓക്കെ, നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ മാറ്റി മറിച്ച് എഴുതിയിട്ട് നമുക്ക് ഈവൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, പ്രോഗ്രാമിംഗ് ലെവലിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമുള്ള സംഭവമാണ്, നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, പക്ഷെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സി, ഇവിടെ A1 ആണ്, B2 ആണ്, സിയും ഡിയും ഡിക്ലെയർ ചെയ്തു. സിയിലേക്ക് പ്ലസ് പ്ലസ് ബി കൊടുത്തു. പ്ലസ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ ആദ്യം ബി ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ദെൻ ഓൺലി സിയിലേക്ക് അത് മാറ്റുള്ളൂ. അപ്പം പ്ലസ് പ്ലസ് ബി. അപ്പം ബി എന്തായി? ബി 3 ആയും ചെയ്തു, സിയിലോട്ട് 3 കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ എന്താണ്? ഒന്നിവിടെ എഴുതാം. A1 ആണ്, B2 ആണ്, സിയും ഡിയും ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പറഞ്ഞത് പ്ലസ് പ്ലസ് ബി, ബി ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ബി 3 ആയി, ദെൻ സിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞു, സേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സിയും 3 ആയി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഡിയിലേക്ക് കൊടുക്കൂ, ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ A1 ആണ്, അപ്പോൾ എ എന്ത് ചെയ്തു? 1 ഡിയിലോട്ട് സേവ് ചെയ്തു, ദെൻ 1 ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് 2 ആയി. ഓക്കെ, ഇവിടെ ആദ്യം 2 ആയിരുന്നു, അത് 3 ആയി. ഇവിടെ ആദ്യം 1, പിന്നെ ഇത് 2 ആയി. ഓക്കെ, എന്നിട്ട് ഇനി C++ ചെയ്യാൻ പറയണ്ട. അപ്പോൾ C++ ചെയ്യുമ്പോൾ 3 എന്തായി? 4 ആയി. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, വേറൊരു അസൈൻമെൻറ്റ് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം പ്രിന്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താണ്? 2 ആണ്, ബിയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? 3 ആണ്, സിയുടെ വാല്യൂ 4 ആണ്, ഡിയുടെ വാല്യൂ 1 ആണ്. ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3, സി 4, ഡി 1. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയത് അരിത്തമെറ്റിക്കിന് നോർമൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും, ദെൻ മോഡുലസ്, ദെൻ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, എല്ലാം നോർമലി നമ്മൾ ചെയ്യുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. അതിലുള്ള വെറൈറ്റീസുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ ടൈപ്പാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ്. ഓക്കെ, ബിറ്റ് വൈസ് ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, ബിറ്റ് വൈസ് ലോജിക്കൽ ഉണ്ട്, അങ്ങനെയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു. എനി ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം.